ഹോ, എന്തൊരു ദിവസമായിരുന്നു ഇന്ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റില്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു, അല്ലേ? ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഗംഭീര കുതിപ്പാണ് നമ്മൾ കണ്ടത്. അപ്പോ ഈയൊരു നാടകീയമായ മുന്നേറ്റത്തിന് പിന്നിലെ കാരണം എന്തായിരിക്കും? ഇനിയിപ്പോ എന്താ സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് കാര്യങ്ങളൊന്ന് വിശദമായിട്ട് നോക്കാം. ഇത് നോക്കൂ, ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഹെഡ്ലൈൻ. നിഫ്റ്റി ഏകദേശം 800 പോയിന്റിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്. ഇന്നലെ വരെ ആരെങ്കിലും ഇത് ചിന്തിച്ചിട്ടുണ്ടാവോ? സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. സത്യം പറഞ്ഞാല് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല, അല്ലേ? അത്രയ്ക്ക് വലിയൊരു കുതിച്ചുചാട്ടമാണ് നമ്മൾ കണ്ടത്. അപ്പോ സ്വാഭാവികമായും നമ്മുടെ എല്ലാം മനസ്സിൽ വരുന്ന ചോദ്യം ഇതാണ്: ഒറ്റ രാത്രി കൊണ്ട് എന്ത് മാജിക്കാണ് സംഭവിച്ചത്? എന്തിനാണ് മാർക്കറ്റ് ഇത്ര ബലമായിട്ട്, ഇത്രയധികം പോസിറ്റീവായിട്ട് പ്രതികരിച്ചത്? റൈറ്റ്? അപ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് ഈ വിശകലനത്തിലൂടെ കണ്ടെത്താൻ പോകുന്നത്. ശരി, ഈ അപ്രതീക്ഷിത റാലിയുടെ യഥാർത്ഥ കാരണം തേടി നമ്മൾ ഇന്ത്യക്ക് പുറത്തേക്ക് പോകേണ്ടി വരും. അതെ, ലോകവേദിയിൽ നടന്ന ചില നിർണായക സംഭവങ്ങളാണ് ഇന്ത്യൻ മാർക്കറ്റിന് ഇത്രയും വലിയൊരു ബൂസ്റ്റ് കൊടുത്തത്. അപ്പൊ സംഭവം ഇതാണ്: ഇന്നലെ രാത്രിയാണ് ഇതിന്റെയെല്ലാം തുടക്കം. പ്രസിഡന്റ് ട്രംപ് ഇറാന് ഒരു ഫൈനൽ വാർണിംഗ്, ഒരു അന്തിമ മുന്നറിയിപ്പ് കൊടുത്തു. ഇതിന് മറുപടിയായിട്ട് ഇറാൻ എന്തു ചെയ്തു? അവര് 2 ആഴ്ചത്തേക്ക് ഒരു താൽക്കാലിക വെടിനിർത്തലിന് സമ്മതിച്ചു. ഈ ഒരു വാർത്ത പുറത്തു വന്നതും നമ്മുടെ മാർക്കറ്റ് തുറക്കുന്നതിന് മുൻപ് ട്രേഡ് ചെയ്യുന്ന ഗിഫ്റ്റ് നിഫ്റ്റി ഉണ്ടല്ലോ, അത് റോക്കറ്റ് പോലെ കുതിച്ചുയർന്നു. സ്വാഭാവികമായും അത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് നമ്മൾ കണ്ട ഈ ഭീകരൻ ഗ്യാപ്പ് അപ്പിന് വഴിയൊരുക്കി. നോക്കണേ, ലോകത്തിന്റെ മറ്റേ അറ്റത്ത് നടക്കുന്ന ഒരു ചെറിയ നീക്കം പോലും നമ്മുടെയൊക്കെ പോക്കറ്റിനെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന്. ഓക്കെ, ഈ വലിയൊരു റാലിക്ക് ശേഷം എല്ലാവർക്കും അറിയേണ്ടത് നാളെ എന്ത് സംഭവിക്കുമെന്നായിരിക്കും, അല്ലേ? അപ്പൊ നമുക്ക് നേരെ നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട ലെവലുകളിലേക്ക് കടക്കാം. ട്രേഡ് ചെയ്യുന്നവർക്കിത് വളരെ പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പോ നാളത്തെ കാര്യം നോക്കുകയാണെങ്കിൽ നിഫ്റ്റിക്ക് മുന്നിൽ ചില പ്രധാന കടമ്പകളുണ്ട്. മുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് വരുന്നത് 24,115-ലാണ്. അത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയാൽ പിന്നെ 24,225-ഉം അതിനപ്പുറത്തേക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി മാർക്കറ്റ് ഒന്ന് താഴേക്ക് വന്നാലോ? പേടിക്കണ്ട. 23,945-ഉം 23,815-ഉമൊക്കെ നല്ല സ്ട്രോങ് സപ്പോർട്ട് സോണുകളാണ്. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി 23,815-ന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ട്രെൻഡ് പോസിറ്റീവാണെന്ന് തന്നെ കരുതാം. ശരി, നിഫ്റ്റിയുടെ കാര്യം നമ്മൾ നോക്കി. ഇനി നമുക്ക് ബാങ്കിംഗ് സെക്ടറിന്റെ ഹൃദയമിടിപ്പായ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരാം. ഇവിടെയും ശ്രദ്ധിക്കേണ്ട ചില നിർണായക സോണുകളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 55,840-ൽ ഒരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. ചിലപ്പോൾ ഇത് എളുപ്പത്തിൽ തന്നെ മറികടക്കാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോപ്പ് 55,155. എന്തിന്? ചിലപ്പോൾ 57,000 വരെയും ഒരു റാലിക്ക് സാധ്യതയുണ്ട്. ഇനി താഴേക്കുള്ള കാര്യം നോക്കിയാൽ 55,140 എന്ന് പറയുന്ന ലെവൽ ഒരു പാറ പോലെ ഉറച്ച സപ്പോർട്ടാണ്. അനലിസ്റ്റുകൾ പറയുന്നത് എന്തെങ്കിലും വലിയ നെഗറ്റീവ് വാർത്ത വന്നാൽ മാത്രമേ ഈ ലെവൽ ബ്രേക്ക് ആവുകയുള്ളൂ എന്നാണ്. അതുമാത്രമല്ല 55,000 ഒരു കീ റിവേഴ്സൽ പോയിന്റ് കൂടിയായിട്ട് നമ്മൾ കണക്കാക്കണം. ഓക്കെ, ഈ നമ്പറുകളും ലെവലുകളുമൊക്കെ തൽക്കാലം അവിടെ നിൽക്കട്ടെ. നമുക്ക് കുറച്ചുകൂടി വിശാലമായൊരു കാഴ്ചപ്പാടിലേക്ക് വരാം. അതായത് ബിഗ് പിക്ചർ എന്താണെന്ന് നോക്കാം. കാരണം ഈയൊരു കുതിപ്പിൽ നമ്മൾ ഒരുപാട് സന്തോഷിക്കുമ്പോൾ തന്നെ വിദഗ്ധർ ഒരു മുന്നറിയിപ്പ് കൂടി നമുക്ക് നൽകുന്നുണ്ട്. ഇതൊന്ന് നോക്കൂ. വിപണി ഒരു പാവ മാത്രമാണ്. കാര്യങ്ങൾ ശാശ്വതമായി പരിഹരിക്കപ്പെടുന്നതുവരെ വിപണിയെ അന്ധമായി വിശ്വസിക്കരുത്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ ഇന്ന് മാർക്കറ്റിന്റെ ചരട് വലിക്കുന്നത് ട്രംപിനെ പോലുള്ള ലോക നേതാക്കളാണ്. ഇന്ന് രാത്രി എന്തെങ്കിലും ഒരു മോശം വാർത്ത വന്നാൽ തീർന്നു, നാളെ മാർക്കറ്റ് ഇതേപോലെ താഴേക്ക് വരാം. അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സ്ഥിരമായ പരിഹാരം ഉണ്ടാകുന്നതുവരെ മാർക്കറ്റിനെ കണ്ണടച്ചു വിശ്വസിക്കരുത് എന്ന ഈ മുന്നറിയിപ്പ് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. അപ്പോ ഇവിടെ പ്രധാനമായും 2 കാഴ്ചപ്പാടുകളാണ് ഉള്ളത്. ഒരു കൂട്ടർ പറയുന്നത് ഇന്ന് നമ്മൾ കണ്ട ഈ റാലിയുണ്ടല്ലോ, ഇത് വെറും വാർത്തകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു താൽക്കാലിക പ്രതികരണം മാത്രമാണ് എന്നാണ്. എന്നാൽ രണ്ടാമത്തൊരു വാദം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് മാർക്കറ്റില് ഓൾറെഡി ഒരു ബുള്ളിഷ് മൊമെന്റം ഉണ്ടായിരുന്നു. ക്രൂഡ് ഓയിലിന്റെ വില 17% കൂടുതൽ ഇടിഞ്ഞത് പോലുള്ള അനുകൂല ഘടകങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഈ സമയത്ത് വന്ന ഈ വാർത്ത കത്താൻ തയ്യാറായി നിന്ന ഒന്നിന് ഒരു തീപ്പൊരി കൊടുത്തതുപോലെ ആയി എന്ന് മാത്രം. അപ്പോ ഈ 2 സാധ്യതകളും നമ്മുടെ മനസ്സിൽ വേണം. അതുകൊണ്ട് അവസാനം നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു വലിയ ചോദ്യമുണ്ട്: ഇന്ന് നമ്മൾ കണ്ട ഈ ഉണർവ് ഒരു യഥാർത്ഥ ബുള്ളിഷ് റാലിയുടെ തുടക്കമാണോ? അതോ എപ്പോൾ വേണമെങ്കിലും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴാവുന്ന ദുർബലമായ ഒരു വെടിനിർത്തലിന്റെ പ്രതിഫലനം മാത്രമാണോ ഇത്?
ഇതിനുള്ള ഉത്തരം ഒരുപക്ഷേ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് തന്നെ നമുക്ക് പറഞ്ഞുതരും. എന്തായാലും ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്.